തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർമാരുടെ പുനഃസത്യപ്രതിജ്ഞയിലും വിവാദം. ബി.ജെ.പി. ഇതര കൗൺസിലർമാരെ വിവരം അറിയിക്കാതെയാണ് പുനഃസത്യപ്രതിജ്ഞ നടത്തിയതെന്ന ആരോപണവുമായി എൽ.ഡി.എഫും യു.ഡി.എഫും രംഗത്തെത്തിക്കഴിഞ്ഞു. ചട്ടലംഘനം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി എൽ.ഡി.എഫ് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും യു.ഡി.എഫ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിക്കഴിഞ്ഞു. അതേസമയം കൗൺസിലർ സുഗതനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൽ.ഡി.എഫിന്റെ അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം തുടരുകയാണ്. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന സുഗതൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവാദം തേടി കോടതിയെ സമീപിച്ചേക്കും. ടി.വി. പ്രസാദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. പ്രസാദെ, കാത്തിരുന്ന് കിട്ടിയ ഒരു കോർപ്പറേഷൻ ഭരണമാണ് തിരുവനന്തപുരത്ത് ഭരിക്കുന്നത്. കൃത്യം സീറ്റുകളുടെ എണ്ണത്തിൽ സ്വതന്ത്രന്റെ കൂടി പിന്തുണയോടെയാണ്. എന്നിട്ടും ഒന്നിനു പിറകെ ഒന്നായി വിവാദം ബി.ജെ.പിയെ വിടാതെ പിന്തുടരുകയാണോ പ്രസാദ്? ശിഹാസ് ശ്രുതി പറഞ്ഞതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. അതായത് അവരവരുടെ പ്രദേശത്തുള്ള ബി.ജെ.പി. നേതാക്കൾ മിക്കവാറും ആളുകൾ അവരവരുടെ പ്രദേശത്തുള്ള ദൈവങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അത് വലിയ പ്രതിസന്ധിയായി മാറുകയായിരുന്നു. അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് പൊതുവിൽ കേൾക്കാത്ത രീതിയിലാണ് അന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത്. ചെമ്പഴന്തിയിൽ നിന്ന് വരുന്ന കൗൺസിലർ അവിടുത്തെ ശ്രീനാരായണ ഗുരുവിനെ തൊട്ട് സത്യം ചെയ്യുന്നു, അതുപോലെ പത്മനാഭസ്വാമിയെ തൊട്ട് സത്യം ചെയ്യുന്നു, ഭാരതാംബയെ തൊട്ട് സത്യം ചെയ്യുന്നു. എന്തിന് ബലിദാനികളുടെ പേരിൽ പോലും സത്യപ്രതിജ്ഞ ഉണ്ടായി എന്നുള്ളതാണ് കടുത്ത പ്രതിസന്ധിയിലേക്ക് മാറിയത്. ആ സമയത്ത് തന്നെ എൽ.ഡി.എഫ് അക്കാര്യം ഉന്നയിച്ചതുമാണ്. പിന്നീടാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നതും സത്യപ്രതിജ്ഞ തന്നെ റദ്ദ് ചെയ്യാനുള്ള തീരുമാനമുണ്ടാകുന്നതും പിന്നീട് ഇന്നലെ വൈകിട്ട് വളരെ പെട്ടെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നത്. ഇതിലൊരു പ്രശ്നമുണ്ടായത് നേരത്തെ എൽ.ഡി.എഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റ് കൗൺസിലർമാരെ പോലും അറിയിക്കാതെ വളരെ പെട്ടെന്ന് സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ളതാണ്. ഇത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ എൽ.ഡി.എഫിൻ്റെ പ്രതിനിധി SP ദീപക് ഇത് സംബന്ധിച്ചുള്ള പരാതി കൈമാറിയത്. പക്ഷേ ഇന്നലെ സത്യപ്രതിജ്ഞ നടന്നു. പക്ഷേ ഇപ്പോഴും അതിൻ്റെ ഭാഗമായുള്ള നടപടികളിലേക്ക് എൽ.ഡി.എഫ് കടക്കുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ കോർപ്പറേഷൻ ഇപ്പോഴുള്ള ഭരണപ്രതിസന്ധി എന്നുള്ളത് സുഗതൻ്റെ ഒരു പിന്തുണയിൽ മാത്രമാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഭരണം നിലനിൽക്കുന്നത്. സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് മാറുമെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം സുഗതൻ ഇനിയിപ്പോൾ ഒരു കൗൺസിൽ യോഗത്തിൽ കൂടി പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യനാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരും. അതേസമയം എൽ.ഡി.എഫ് സമരം അവിടെ കടുപ്പിക്കുകയാണ്. റിലേ സത്യാഗ്രഹം നേരത്തെ തന്നെ തുടങ്ങി. കാപ്പ കേസാണ് സുഗതനെതിരെ ചുമത്തിയിരിക്കുന്നത്. നേരത്തെ മത്സരിക്കുന്ന സമയത്തും ഈ കേസുണ്ടായിരുന്നു. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞാ വിവാദത്തിന് പിന്നാലെ ഇനിയിപ്പോൾ സുഗതൻ ഇനി എപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യും എന്ന കാര്യവും ഉറ്റുനോക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നലത്തെ സത്യപ്രതിജ്ഞയിലും പ്രശ്നമുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് എൽ.ഡി.എഫ് ഉള്ളത്.